വൈകാരിക പ്രതികരണവുമായി സീനിയർ അഭിഭാഷകന്റെ മർദ്ദനത്തിനിരയായ അഭിഭാഷക ശ്യാമിലി. ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷവും കാര്യമെന്തെന്നറിയാതെ തനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുന്നു. സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമായി. തനിക്കെതിരെ പറയുന്നവരുടെ വീട്ടിലുള്ളവർക്ക് ഈ അവസ്ഥ വരാതിരിക്കട്ടെ. കൂടെ നിൽക്കുന്നവരെ മറക്കുന്നില്ല എന്നും അഭിഭാഷകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ശ്യാമിലി പ്രതികരിച്ചു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ എനിക്കെതിരെ ശരിക്കും വിക്ടിം ബ്ലെയിമിംഗ് മാത്രമാണ്. ഇന്ന് മീഡിയാസ് എന്നോട് കുത്തി പല ഭാഗത്തുനിന്നും ചോദിച്ചിട്ടും എനിക്ക് അതുവരെയും എനിക്ക് അങ്ങനെ ഒരു ചിന്തയെ തോന്നിയിട്ടില്ല. എൻ്റെ നെഗറ്റീവ് വരും. ഞാൻ അപ്പോഴും പറയുന്ന അതാ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും, എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെ അല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഈ ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല. അത് ഞാൻ അവരോട് ചെയ്യുന്ന പാവമായിരിക്കും. എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട്. അവര് നിൽക്കെ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. പക്ഷെ അതിലുപരി ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ ഒരു കാര്യവും കേട്ട് എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി. എന്തൊക്കെ സ്റ്റോറി പറയുന്നു, എന്തോ ആയിക്കോട്ടെ, അതും ഞാൻ പറയുക, ഡിഫൻസ് എന്ത് വേണോ എടുക്കും, അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും ഇത്രയും വിക്ടിം ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ശ്യാമിലിയുടെ സങ്കടം അത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം ഈ സംഭവത്തിന് പിന്നാലെ ബെലിൻദാസിനെ പിടികൂടാൻ പോലീസ് എത്തിയപ്പോൾ ഇയാളെ സംരക്ഷിക്കുന്ന സഹപ്രവർത്തകരെ നമ്മൾ കണ്ടതാണ്. അവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ. അതെ അമൃത, നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കാതെ അവരിതെല്ലാം ഇതിനപ്പുറം രീതിയിലേക്ക് പറയും എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിനകത്താണ് ഇപ്പോൾ ശ്യാമിലി ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം അഭിഭാഷകരുടെ ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ളത്. അതിനകത്ത് ശ്യാമിലി പറയുന്നത്, തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയാൻ പോലും ആഗ്രഹിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ അതെന്താണെന്ന് പോലും അന്വേഷിക്കാത്ത ചില ആളുകൾ തനിക്കെതിരെ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. താൻ തൻ്റെ കൈകൊണ്ടോ അല്ലെങ്കിൽ കാലുകൊണ്ടോ സ്വയം മുഖത്തേക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചതുപോലെയുള്ള പ്രചരണമാണ് ചില ആളുകൾ നടത്തുന്നത്. തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തൻ്റെ മുഖത്ത് വളരെ കൃത്യമായിട്ടുണ്ട്. ഇത് കണ്ടു നിന്ന പല ആളുകളുമുണ്ട്. അതോടൊപ്പം തന്നെ തനിക്കെതിരെ പ്രചരണം നടത്തുന്ന ആളുകൾ അവരുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കട്ടെ, കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അഭിഭാഷകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ശ്യാമിലി ഒരു വോയിസ് സന്ദേശം ഇട്ടിട്ടുള്ളത്. അതിനകത്താണ് ബാർ അസോസിയേഷനിലെ ചില ആളുകൾ തനിക്കെതിരെ പലതരത്തിലുള്ള മോശമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണം ശ്യാമിലി നടത്തിയിട്ടുള്ളത്. ഈ സംഭവം നടന്നത് ഏതാണ് ഇന്നിപ്പോൾ 5-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സംഭവം നടന്നതിന് ശേഷം ഈ സംഭവം നടന്ന് 2.5 മണിക്കൂറിനകം ഈ പ്രതിയെ പിടികൂടാമായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പ്രതിക്ക് എല്ലാ സംരക്ഷണവും ഒരുക്കിയത് ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള വള്ളക്കടവ് മുരളി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ആ സംഭവത്തിന് ശേഷം ഈ ബെലിൻദാസിനെ പിന്തുണച്ചുകൊണ്ട് ഒരു കൂട്ടം അഭിഭാഷകർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഈ അഭിഭാഷകർ ഈ പ്രതിയായിട്ടുള്ള ബെലിൻദാസിനെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം ശ്യാമിലിക്കെതിരെ പലതരത്തിലുള്ള മോശമായിട്ടുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശ്യാമിലി ഇപ്പോൾ വൈകാരികമായിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടത്. തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തൻ്റെ മുഖത്ത് വളരെ കൃത്യമായിട്ടുണ്ട്. തനിക്കെതിരെ പറയുന്നവരുടെ വീട്ടിലുള്ള ഒരാൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ, എന്തായാലും ചില കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയും. തനിക്കൊപ്പം നിൽക്കുന്ന എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷേ അതിലുപരി തന്നെ ഈ രീതിയിൽ ആളുകൾ ദ്രോഹിക്കരുത് എന്നുകൂടി ഒരു അഭ്യർത്ഥന ശ്യാമിലി നടത്തുന്നുണ്ട്. എന്തായാലും അങ്ങേയറ്റം ഹെയ്റ്റ് ക്യാമ്പയിനാണ് ബാർ അസോസിയേഷനിലെ ചില ആളുകൾ തനിക്കെതിരെ നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി ശ്യാമിലി പറയുന്നുണ്ട്. അമൃത. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.